ഹലോ ദിലീപേ, താൻ ആ ഫോൺ സ്പീക്കറിലിട്. ഓക്കെ മാഡം. അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ ആകാശ്, PWDയുടെ സ്ഥലത്ത് അനധികൃതമായ ബോർഡുകളോ ഫ്ലെക്സുകളോ വെക്കാൻ പാടില്ലെന്ന് തനിക്കറിയാൻ പാടില്ലേ? അറിയാം മാഡം. താൻ ഈ സ്വതന്ത്രബുക്ക് ജംഗ്ഷനും അതിന് മുൻപോട്ടുള്ള വഴികളൊന്നും കണ്ടിട്ടില്ലേ? ഉണ്ട് മാഡം. എന്നിട്ട് എന്താടോ ഈ കാണുന്നേ? റോഡ് മുഴുവൻ ബോർഡുകളും ഫ്ലെക്സുകളും ആണല്ലോ. തന്റെ നാടാണെന്ന് കരുതി താൻ എല്ലാവർക്കും സ്വതന്ത്രബുക്കിന്റെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണോ? ഇല്ല മാഡം, ഇതൊന്നും എന്റെ അറിവോടല്ല. പിന്നെ എന്തിനാടോ താനൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നേ? ഇപ്പോ സമയം 3 മണി. ഓഫീസ് ടൈമിന് മുന്നേ ഈ ഏരിയയിൽ ഒരു ബോർഡോ ഫ്ലെക്സോ കാണാൻ പാടില്ല. ശരി മാഡം. ഇപ്പോ ഈ നിമിഷം എടുത്ത് മാറ്റിക്കോണല്ല. എല്ലാം മാറ്റിക്കോളാം മാഡം. അതെ സാർ, നമ്മുടെ സൈറ്റിലെ എംപ്ലോയീസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ എത്തും. സാർ അവരെ കൊണ്ടൊന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യിപ്പിച്ചാൽ മതി. പറഞ്ഞാലും സാരില്ല, വിളിച്ചു നോക്കാം. അതിങ്ങോട്ട് വെച്ചോ. ഹലോ, പറയ്. അക്കുചേട്ടാ, സമയം 3:30ആയി. അറിയാം. ഇത് പറയാനാണോ നീ വിളിച്ചേ? അത് അക്കുചേട്ടാ. ഹലോ ഹലോ, ലൈനിലുണ്ടോ? ആ ഉണ്ട് അക്കുചേട്ടാ. എന്നാ വിളിച്ച കാര്യം പറയ്. അക്കുചേട്ടൻ എപ്പോ വരും? വർക്ക് കഴിഞ്ഞു വരും. അത് ഇനി വർക്ക് എപ്പ തീരുമെന്ന് ചോദിക്കണ്ട, എനിക്കറിയില്ല.
അക്കുച്ചേട്ടാ, എന്താ ഞാൻ നുണ പറഞ്ഞ് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടാവുന്നാണോ നീ വിചാരിക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് വിളിച്ചതല്ല. അക്കുച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതാ. അക്കുച്ചേട്ടന് സംശയം തോന്നിയതിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിർത്തിക്കോ, ഞാൻ ഇവിടെ ഡിപ്രഷൻ അടിച്ച് നിൽക്കുക. അതിനിടയിൽ ഓരോരോ തലവേദനകൾ. അക്കുച്ചേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ നിന്നെ പറഞ്ഞതല്ല, എന്റെ കാര്യം പറഞ്ഞതാ. നീ ഫോൺ കട്ട് ചെയ്ത് പോവാൻ നോക്ക്. അയ്യോ സാർ, സാർ മുറുക സാറേ, ചോര കേട്ടോ. വേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലി തീർക്കാൻ നോക്ക്. അയ്യോ സാർ, വേണ്ട സാർ, ആശുപത്രി കൊണ്ട് വേണ്ട, നിങ്ങൾ ജോലി തീർക്കാൻ നോക്ക്. പോ, പോ.